ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൊന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ ആനക്കോട്ടയിൽ കണ്ട. അപ്പോൾ കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം തന്നെ ഉണ്ട്. അപ്പോൾ ബൈക്കിനൊക്കെ ഫീസ് വരുന്നത് 10 രൂപയുടെ റേറ്റ് വരുന്നത്. പിന്നെ കുറച്ചുകൊണ്ട് ഫ്രണ്ടിലേക്ക് നീങ്ങി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ചെറിയൊരു ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നീങ്ങി നോക്കുമ്പോൾ 20 രൂപയുടെ റേറ്റ് വരുന്നത്. 10 രൂപ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. അങ്ങനെ ഞങ്ങൾ 3 ടിക്കറ്റാണ് എടുത്തത് അവിടുന്ന്. അവിടുത്തെ ടൈം വരുന്നത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഉണ്ടാകും. അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ കിടിലം കാഴ്ച ഉണ്ടാ കണ്ടത്. പണ്ടത് പുന്നത്തൂർ രാജാക്കന്മാരുടെ കൊട്ടാരമായിരുന്നു കേട്ടോ. 300-350 വർഷം പഴക്കമുണ്ട് കൊട്ടാരത്തിന്. പിന്നീട് രാജവംശം ഇല്ലാണ്ടായപ്പോൾ ഈ കോട്ട ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുത്ത്. അതിനെ തുടർന്നിട്ട് ഭക്തർ ഗുരുവായൂരപ്പന് സമർപ്പിച്ച ആനകൾ ഇവിടെ പാർപ്പിക്കാൻ തുടങ്ങി. ലോകമെമ്പാടുള്ള ഭക്തർ വ്രതങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഓരോ ആന എന്നുള്ള നിലയിൽ ഇവിടെ സമർപ്പിക്കൽ പതിവായിരുന്നു. അങ്ങനെ ഗുരുവായൂർ ദേവസ്വത്തിന് ഒരുപാട് ആനകളെ കിട്ടി തുടങ്ങി. അപ്പോൾ അവയെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വേണമെന്നതിനാൽ പുന്നത്തൂർ കോട്ട തിരഞ്ഞെടുത്ത്. ഇന്ന് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ആനക്കളരിയായിട്ട് അറിയപ്പെടുന്നു. ഇവിടെ 50-60 ആനകൾ വരെ പാർക്കുന്നുണ്ട് കേട്ടോ. ചില വർഷങ്ങളിൽ 80 കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. ആനകളുടെ കുളി, ഭക്ഷണം, ചികിത്സ, പരിശീലനമൊക്കെ ഇവിടെ ദിനം പ്രതി നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമല്ല കേട്ടോ. അവിടെ നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ മതപ്പാട് വന്ന ആനകളെയാണ് നിർത്തിയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. നമ്മളവിടെ രാവിലെ ഒരു 10 മണി 10:30 സമയത്താണ് എത്തിയത്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ആയിട്ടില്ല, ആയി വരണുള്ളൂ. ഗുരുവായൂർ ഉത്സവത്തിന് ആനോട്ടത്തിനൊക്കെ വേണ്ടിയുള്ള എല്ലാ ആനകളും ഇവിടെ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. മുന്നേ നമ്മളിവിടെ വരുന്ന സമയത്ത് ആനനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന ആനയെന്നുള്ള പേരും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്രാവശ്യം അത് കാണാനില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഏത് ആനയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആനപ്രേമികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒറ്റ നോട്ടം മതി, കാര്യം പിടികിട്ടും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. കാരണം വെച്ചാൽ ഞാൻ ChatGPT-യോട് ചോദിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.